ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ എന്നുള്ളത് ഈ ഡിസ്ട്രിക്റ്റിന്റെ ഒരു സർവീസിൽപ്പെട്ട ഒന്നാണ്. അപേക്ഷ കൊടുക്കാനായിട്ട് ഈ ഡിസ്ട്രിക്റ്റിൽ വന്നതിന് ശേഷം ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. എങ്ങനെയാണ് യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ വീഡിയോ വിശദമായിട്ട് ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. ഐ ഡി ക്രിയേറ്റ് ചെയ്ത ശേഷം സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ യൂസർ ഇന്റർഫേസിലേക്ക് വന്നിട്ടുണ്ടാവും. അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ അപേക്ഷ വേണ്ട വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യണം. അപേക്ഷകൻ ആരാണോ അയാളുടെ പേരിലായിരിക്കണം നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് കാണാവുന്നതാണ്. അങ്ങനെ അപേക്ഷനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് വന്ന് ഇതിലേക്ക് ആവശ്യമുള്ള സർവീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് എന്നുള്ളത് ഒന്ന് റേഷൻ കാർഡ്, ഒന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഒന്ന് അപേക്ഷിക്കുന്ന ആളുടെ ആധാർ കാർഡ്, പിന്നെ ഒരു അഫിഡവിറ്റ്, മൈനോറിറ്റി വിഭാഗത്തിൽ പെട്ടതാണെന്നുള്ള ഒരു അഫിഡവിറ്റുമാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യം ഉള്ളത്. ഈ ഫയലുകളെല്ലാം തന്നെ സ്കാൻ ചെയ്ത ശേഷം അപ്ലൈ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പർപ്പസ് എന്നുള്ളത് സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് പർപ്പസിന്റെ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസറാണ് ഇഷ്യൂ ചെയ്ത് നൽകുന്നത്. അതിനുശേഷം ഇവിടെ താഴേക്ക് വന്നിട്ട് റിലീജിയൻ ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇസ്ലാം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ്, ജെയിൻ, പാഴ്സി ഇത്ര ആളുകളാണ് മൈനോറിറ്റി വിഭാഗങ്ങളിൽ പെടുന്നത്. ഇത്ര ആളുകൾക്ക് മാത്രമാണ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക. ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാം സെലക്ട് ചെയ്ത് ഇതിൽ ഏതാണെന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും കാസ്റ്റിൽ നിന്നും കൺവേർട്ട് ആയി വന്നിരിക്കുന്ന ആളുകളാണ് അപേക്ഷകരെങ്കിൽ സെലക്ട് ഇഫ് കാസ്റ്റ് കൺവേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബിഫോർ കൺവേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പ്ലേസ് ഓഫ് ബർത്ത് ആണ്. അത് അച്ഛന്റെ, അമ്മയുടെ, അതുപോലെ തന്നെ അപേക്ഷകന്റെ മൂന്നാളുടെയും സ്റ്റേറ്റ്, ജില്ല, താലൂക്ക്, വില്ലേജ് എന്നിവയാണ് കൊടുക്കേണ്ടത്. മാൻഡേറ്ററി ഫീൽഡ് അല്ല. കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പോകാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യേണ്ട ഫയലുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം റേഷൻ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് നമ്പർ ഇവിടെ കൊടുത്തൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് ആവശ്യമുള്ള ഫയലുകൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഫോൾഡറിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വന്നിട്ട് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള 15 രൂപ പേയ്മെന്റ് അടക്കുക എന്നുള്ളതാണ്. 15 രൂപ അതിലേക്ക് മേക്ക് പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് 15 രൂപ പേയ്മെന്റ് അടക്കുക. അതിനുശേഷം ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, UPI QR കോഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള പേയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന അപേക്ഷ നമ്പർ കസ്റ്റമർക്ക് എഴുതി കൊടുക്കുക. അതിനുശേഷം ആ അപേക്ഷ നമ്പറും അതുപോലെ തന്നെ അപേക്ഷ കൊടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ ID യും അപേക്ഷകന്റെ പേരും കൃത്യമായിട്ട് നമ്മളൊരു ബുക്കിനകത്ത് എഴുതി സൂക്ഷിക്കുക. ഈ രീതിയിലാണ് നമ്മൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്നത്.